നാരങ്ങയിൽ തേങ്ങാപ്പാൽ ചേർത്ത് ജ്യൂസ് തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ? ഇനി നമുക്ക് ജ്യൂസെന്നോ നാരങ്ങ വെള്ളമെന്നോ ഒക്കെ പറയാം. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു രക്ഷയുമില്ല. ഒരു പ്രാവശ്യമെങ്കിലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നീട് ഈ ഒരു ജ്യൂസ് മാത്രമേ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കുകയുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്, ഒപ്പം നല്ല റീഫ്രഷിങ്ങുമാണ്. അപ്പം നമുക്ക് ഈ ഒരു കിടിലൻ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു നാരങ്ങ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നാരങ്ങയാണ്. അത്യാവശ്യം വലുപ്പമുള്ളൊരു നാരങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ നാരങ്ങയാണെങ്കിൽ നിങ്ങൾ 2 നാരങ്ങ എടുക്കണേ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു നാരങ്ങ മൊത്തമായിട്ട് പിഴിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു നാരങ്ങ മൊത്തത്തിൽ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ആ ഒരു നാരങ്ങയിൽ നിന്ന്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടാനാണ് കേട്ടോ. അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുളകിൻ്റെ പകുതിയാണ്. അത്യാവശ്യം നല്ല എരിവുള്ളൊരു പച്ചമുളകാണ് ഞാൻ കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പകുതി മുളക് എടുത്തിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ ഈ നാരങ്ങ വെള്ളത്തിലേക്ക് സ്പെഷ്യലായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഒന്നുമല്ല, 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയെടുത്തതാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഫ്രീസറിലൊക്കെ വെച്ച് തണുപ്പിച്ച തേങ്ങ എടുക്കുകയാണെങ്കിൽ നമ്മുടെ നാരങ്ങ വെള്ളത്തിന് ടേസ്റ്റ് ഉണ്ടായിരിക്കുകയില്ല. ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടത്തക്ക പോലെ നമുക്ക് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പം ഞാൻ നല്ലതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് പൾസ് മൂഡിലിട്ടിട്ട് ഒന്ന് അടിച്ചു കൊണ്ടുവരണം. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ നാരങ്ങ വെള്ളം ഇവിടെ തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു രക്ഷയുമില്ല. ഞാനിത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ നാരങ്ങ വെള്ളം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഈ ചൂടുകാലത്ത് ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന കിടിലനായിട്ടുള്ളൊരു റീഫ്രഷിങ് ഡ്രിങ്കാണിത്. അതുപോലെ തന്നെ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിച്ചുകൊള്ളും. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് 1-2 ഐസ് ക്യൂബും കൂടെ ഇട്ടിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള അഡാർ ടേസ്റ്റിലുള്ള നമ്മുടെ നാരങ്ങ വെള്ളം തയ്യാറായിട്ടുണ്ട്. ഇതിനു മുമ്പ് നിങ്ങൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള നാരങ്ങ വെള്ളം തയ്യാറാക്കി കുടിച്ചു നോക്കിയിട്ടുണ്ടോ? കമൻറ്റ് പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനോ മറക്കരുത്. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റയുടെ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.